Then next one, integral 4x square plus 3 cos x plus 5 e raised to x dx. ബാക്കി എല്ലാ റിസൾട്ടും കൂടെയാണ്. അപ്പം ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു. അതായത് പ്ലസ്സോ മൈനസോ വരുന്നു കഴിഞ്ഞ് നമ്മളതിന് ഓരോന്നാക്കി ഓരോ ടേം ആക്കിയിട്ട് മാറ്റി എഴുതണം എന്നുള്ളത്. ഒരു കോൺസ്റ്റൻറ്റ് നമ്പേഴ്സ് വല്ലതും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഔട്ട് സൈഡിലേക്ക് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയുന്ന റിസൾട്ടാണ്. ആ റിസൾട്ട് ഇതിൽ യൂസ് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ ഇൻറ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടിയും വേണമെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ 4x സ്ക്വയർ പ്ലസ് 3x പ്ലസ് ഇതിനെ നമ്മൾ ഈ ഒരു മൂന്ന് ടേം ഉണ്ട്, മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. അപ്പോൾ എങ്ങനെ എഴുതും? ആദ്യത്തിൽ നിന്ന് 4 കോൺസ്റ്റൻ്റ് ആണ്, അത് അതിനെ ഔട്ട് സൈഡിലേക്ക് എടുക്കാം. ദെൻ ഇൻറ്റഗ്രൽ x സ്ക്വയർ ഡി എക്സ് പ്ലസ് അടുത്തൊരു 3 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഔട്ട് സൈഡിലേക്ക് എടുത്ത് ഇൻറ്റഗ്രൽ cos x ഡി എക്സ് പ്ലസ് 5 ഇൻറ്റു ഇൻറ്റഗ്രൽ e റേസ് ടു x ഡി എക്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമുക്ക് ചെയ്യാനറിയാം. നമുക്ക് കഴിഞ്ഞ പാർട്ടിൽ ഒരു ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും. 4 ഇൻറ്റു x³ / 3 പ്ലസ് 3 ഇൻറ്റു കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ റിസൾട്ടാണ്. അത് അതേപോലെ പഠിച്ചു വയ്ക്കുക. സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് സൈൻ എക്സ് ആണ് പ്ലസ് 5 ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, പ്ലസ് സി. ദെൻ നമ്മളിതിനൊന്ന് അഡ്ജസ്റ്റ് എഴുതി, അതായത് 4/3 ഒരുമിച്ച് എഴുതി. 4/3 ഇൻറ്റു x³ പ്ലസ് 3 സൈൻ എക്സ് പ്ലസ് 5 ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് സി. അപ്പോൾ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്തത് ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇതിപ്പോൾ പ്ലസ് അങ്ങനെ ഇൻറ്റു ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെ ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. 3x + 4 ഇൻറ്റു 2x - 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യും. ഈ ഒരു ടേമായിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. 3x ഇൻറ്റു 2x പ്ലസ് ഈ ഒരു ടേം എടുത്തിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 3x ഇൻറ്റു -1. മൈനസിന് ശ്രദ്ധിക്കണം. അടുത്തത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് 4 ഇൻറ്റു 2x പ്ലസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 4 ഇൻറ്റു -1. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ 3x ഇൻറ്റു 2x 3 ഇൻറ്റു 2 6 x ഇൻറ്റു x² വരും. ഓക്കെ, പ്ലസ് 3 ഇൻറ്റു -1 -3 ഇൻറ്റു x -3x പ്ലസ് 4 ഇൻറ്റു 8 x 8x 4 ഇൻറ്റു -1 -4. ഓക്കെ, ഇത് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 6x². ഇവിടെ -3x 8x ഉണ്ട്, രണ്ടും കൂടെ വരുമ്പോൾ 5x. അതായത് 8ൽ നിന്ന് 3 മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ 8ഉം -3യും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 5x വരും -4. ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി? ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. 3 ടേം ഉണ്ട്, 3നെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇവിടെ 4 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു x⁻0 എന്നാണ് മീനിങ്. അപ്പോൾ ആ രീതിയിൽ ഇൻറ്റഗ്രേഷൻ ചെയ്തു നമുക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ.